കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ന്യായ് പദ്ധതിക്കായി കോൺഗ്രസ് നികുതി വർദ്ധിപ്പിക്കില്ല എന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ തള്ളിക്കൊണ്ടാണ് മൻമോഹൻ സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ന്യായ് പദ്ധതിക്കായി കോൺഗ്രസ് പുതിയ നികുതി കൊണ്ടുവരില്ല, പക്ഷേ ഇക്കാര്യം സാമ്പത്തിക മേഖലയെ മുന്നോട്ട് നയിക്കും എന്നാണ് മൻമോഹൻ സിംഗ് അവകാശപ്പെടുന്നത്. അംബാനിയെ പോലുള്ള വൻകിട മുതലാളിമാരിൽ നിന്ന് കൂടുതൽ നികുതി പിരിച്ച് ന്യായ് പദ്ധതി വിജയകരമാക്കുമെന്നായിരുന്നു നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ മധ്യവർഗത്തിന്മേൽ കൂടുതൽ നികുതി ചുമത്തുമെന്നും പറഞ്ഞിരുന്നു. ഇതിനെയും മൻമോഹൻ സിംഗ് തള്ളി. സാമ്പത്തിക അച്ചടക്കം കോൺഗ്രസിന്റെ മുഖ്യ അജണ്ടയാണ് എന്നും മൻമോഹൻ സിംഗ് പറഞ്ഞു. GDP-യുടെ 1.5% മാത്രം മതി ന്യായ് പദ്ധതി നടപ്പിലാക്കാൻ. ഇന്ത്യൻ സമ്പദ് മേഖല 3 ട്രില്യൺ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് ഈ പദ്ധതി എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും. അതിനായി മധ്യവർഗത്തിന്മേൽ നികുതി ഭാരം കെട്ടിവെക്കേണ്ട കാര്യമില്ല. ന്യായ് കൊണ്ടുണ്ടാകുന്ന വളർച്ച ഇന്ത്യൻ വിപണിയെ കൂടുതൽ ശക്തമാക്കുമെന്നും മൻമോഹൻ സിംഗ് പറഞ്ഞു. 1991-ലാണ് ഇന്ത്യൻ സമ്പദ് മേഖല പുതിയൊരു തലത്തിലേക്ക് മാറിയത്. അതുപോലെ 2019-ൽ വലിയൊരു മാറ്റം ന്യായ് പദ്ധതി കൊണ്ടുവരുമെന്നും മൻമോഹൻ സിംഗ് പറയുന്നു. ഇന്ത്യയെ ദാരിദ്ര്യരഹിത രാജ്യമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു വ്യാജ പ്രചരണങ്ങളെ തള്ളിക്കളയണമെന്നും മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.